ആധുനികകാല സംഘർഷ രാഷ്ട്രീയ സാമൂഹ്യ ജീവിത സന്ദർഭങ്ങളുമായി ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവം എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് അവതരിപ്പിക്കണമെന്നൊരാഗ്രഹം തോന്നിയത് അഴീക്കോട് സാറുമായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് തൃശ്ശൂരിൽ അമല ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹവുമായി കുറച്ചധികം നേരം ഇരുന്ന് വർത്തമാനം പറയാനുള്ള സൗകര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറിൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തും കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിനും ആ സംവിധാനത്തിൻ്റെ പ്രചരണത്തിൽ നിൽക്കുന്നവർക്കും വളരെയേറെ സഹായകരമായിട്ടുണ്ടെന്ന്. അപ്പം സാറാണ് പറഞ്ഞത്, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും ദർശനങ്ങളും ആ കാലത്തെ ജീവിതത്തിൻ്റെ തെറ്റുകളെ എതിർക്കാൻ വേണ്ടി ഉയർന്നു വന്ന സാമൂഹ്യ സംവിധാനങ്ങളും തത്വചിന്തയുമെല്ലാം പലതരത്തിൽ ഉപയോഗിക്കാം. ആധുനിക കാലത്ത് കൂടുതൽ ഉന്മേഷത്തോടെ അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ സ്വീകരിക്കുന്നവരാണ്. അവിടെ തന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡുണ്ട്. ഇപ്പം മഹാഭാരത കഥാപാത്രങ്ങളുടെ എല്ലാം പ്രത്യേകത, ആ കഥാപാത്രങ്ങളിലെല്ലാം ഒരു നെഗറ്റീവ് സൈഡുണ്ട്, ആ കഥാപാത്രങ്ങളിലെല്ലാം ഒരു പോസിറ്റീവ് സൈഡുണ്ട്. അപ്പം ഇത് രണ്ടും മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ പൂർവകാലത്ത് വളർന്നു വന്ന തത്വചിന്ത ഏതെല്ലാം ഫലഭൂയിഷ്ടമായ ആശയക്കളങ്ങളിൽ നിന്നാണ് വെള്ളവും വളവും കിട്ടി മുള പൊട്ടി വളർന്നു വന്നതെന്ന് നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും സംവദിക്കാനും ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനും അതിൻ്റെ ശരികൾ ഉൾക്കൊള്ളാനും കഴിയും. അതുകൊണ്ടാണ് ഒരു സന്ദർഭം വന്നപ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന മാനവികമായ ചില സ്വഭാവങ്ങളെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരിലേക്ക് പകരേണ്ടത് ഒരാവശ്യമാണെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക്. നിർഭാഗ്യവശാൽ ഈ കേൾക്കാൻ വരുന്നതിൽ ഭൂരിഭാഗം ചെറുപ്പക്കാരല്ല എന്നുള്ളൊരു സംഗതി ഉണ്ട്. പക്ഷെ പതുക്കെ പതുക്കെ ഇത് ചെറുപ്പക്കാരിലേക്കുമൊക്കെ എത്തും. ഞാൻ അവതരിപ്പിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ ഒരുപക്ഷെ ചെറുപ്പക്കാർക്ക് അവരെ അനുഭവങ്ങൾ കൊണ്ട് കഴിയും. അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇതിലെല്ലാം കുടികൊള്ളുന്ന ചില സ്വഭാവങ്ങൾ വളരെ വിപുലമായ തരത്തിൽ നമുക്ക് പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാവുന്ന തരത്തിൽ ആഴമുള്ളതാണ്, വിശാലമാണ്. അതിലൊരു കഥാപാത്രമാണ് അർജുനൻ. അർജുനന്മാരാവാൻ മോഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അർജുനൻ മഹാഭാരതത്തിലെ കുന്തിയുടെ ഏറ്റവും ഇളയ പുത്രനാണ്. മധ്യ പാണ്ഡവനുമാണ്. ആ അർജുനൻ ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിഭാസമ്പന്നനായ വില്ലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ ഇക്കാല ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം ജനിച്ചത് കാട്ടിലാണ്. കുന്തിക്ക് കിട്ടിയ ദുർവാസാവ് നൽകിയ ഒരു വരം ഉപയോഗിച്ചാണ് കാട്ടിൽ പാണ്ഡുവും കുന്തിയും മാദ്രിയും എല്ലാം ജീവിക്കുമ്പോൾ അർജുനൻ മിത്തനുസരിച്ച് ഇന്ദ്രനിൽ നിന്ന് ജനിക്കുന്നത്. അയാൾ ജനിച്ച് അയാളുടെ വളരെ കുട്ടിക്കാലം കാട്ടിലാണെങ്കിലും അധികം കഴിയുന്നതിന് മുമ്പേ നകുല സഹദേവന്മാരും ജനിച്ച്, മാദ്രി മരിച്ച്, പാണ്ഡുവും മരിച്ച് ഇവർ നാട്ടിലെത്തുകയാണ്.
അർജുനന്റെ പ്രതിഭയുടെ ഒരു വലിയ പ്രത്യേകത കുട്ടിക്കാലത്തെ ഉണ്ടായത്, അയാൾക്ക് ആയുധാഭ്യാസങ്ങളിൽ ഗുരു പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അല്ലെങ്കിൽ കാണിക്കുന്നതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള ഒരു സർഗശേഷി അതുമായി ബന്ധപ്പെട്ട് അയാൾക്കുണ്ടായിരുന്നു. അയാൾക്ക് കുട്ടിക്കാലത്തെ ഉള്ള ഒരു ദോഷം എന്താന്ന് വെച്ചാൽ, ഈ ആയുധ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും ഒഴിഞ്ഞു വെക്കാനും എത്രത്തോളം പാടുപെടണമെങ്കിൽ പാടുപെടാനും അതിന് എത്ര ശ്രമം നടത്താനും ഒക്കെ അയാൾ തയ്യാറായത് കൊണ്ട് അയാളെ പഠിപ്പിച്ച ഗുരുവായ ദ്രോണാചാര്യർക്ക് സ്വന്തം മകൻ അശ്വത്ഥാമാവിനേക്കാൾ ഇഷ്ടം അർജുനോടായിരുന്നു. അത് സ്വാഭാവികമായി എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ ഗുരുവിന് ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരും ഇഷ്ടപ്പെടാത്തവരും മിനിമം ഇഷ്ടപ്പെടുന്നവരുമെല്ലാം ധാരാളം ഉണ്ടാവും. ദ്രോണർക്കും താൻ പഠിപ്പിച്ച തൻ്റെ രാജകുമാരന്മാരായ ശിഷ്യഗണത്തിൽ അദ്ദേഹത്തിന് മകനേക്കാൾ ഇഷ്ടം തോന്നാവുന്ന തരത്തിൽ അർജുനന് പ്രതിഭയും അച്ചടക്കവും ശിഷ്യബോധവും എല്ലാം ഉണ്ടായിരുന്നു. അർജുനൻ ഈ പഠിക്കുന്ന കാലത്ത് ഗുരു എല്ലാവരെയും കൂട്ടി ഒരു ദിവസം, ഗുരുവിന് ഗുരുവിൻ്റെതായ പ്രത്യേകതയുണ്ട്. ദ്രോണർ ഒരു ബ്രാഹ്മണനാണ്. എന്നാൽ അദ്ദേഹം ബ്രാഹ്മണത്വം കൊണ്ട് കിട്ടാവുന്ന ഒരു ജോലിയല്ല സ്വീകരിച്ചത്. ഒരു ക്ഷത്രിയ ജോലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ഒരാളോട് കടുത്ത വിരോധം ഉണ്ടായിരുന്നു. അത് ദ്രുപദനോടാണ്. ദ്രുപദൻ രാജാവാണ്. ഈ ദ്രുപദനോട് വിരോധം ഉണ്ടാവാനുള്ള കാര്യവും കുട്ടിക്കാലത്തുണ്ടായ ഒരു കാരണം കൊണ്ടാണ്. പഠിക്കുന്ന കാലത്ത് ഒരുമിച്ച് അവർ പഠിച്ച്, ആ കാലത്ത് കുട്ടിയായിരുന്ന ദ്രുപദൻ ദ്രോണരോട് പറഞ്ഞത്, ഞാൻ രാജാവാണ്, അങ്ങെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്താണ്, അതുകൊണ്ട് നമ്മൾ എന്നും എല്ലാം പങ്കുവയ്ക്കുന്ന നല്ല സുഹൃത്തുക്കളായിരിക്കും. ഇത് ദ്രോണർ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കാതെ കൊണ്ടു നടന്ന ഒരു കാര്യമാണ്. ദ്രുപദൻ രാജാവായപ്പോൾ മനസ്സിൽ നിന്ന് കളഞ്ഞ ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും വിഷമത്തിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ കുട്ടിക്കാലത്ത് ചിലതെല്ലാം പറഞ്ഞാൽ ചിലർ വലുതാവുമ്പോൾ അത് കളയും. നമുക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മളത് ഓർക്കും. അത് ഒരു സാധാരണ കാര്യമാണ്. അപ്പൊ ദ്രുപദൻ രാജാവായപ്പോൾ ഈ പറഞ്ഞ കാര്യം മറന്നു. ദ്രോണർക്ക് വിഷമമായപ്പോൾ അദ്ദേഹം ഇത് ഓർത്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ രാജാവായിരിക്കുന്ന ദ്രുപദന്റെ രാജധാനിയിലെത്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വിഷമമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് രാജാവിൻ്റെ തനി സ്വഭാവം ദ്രോണർ കാണുന്നത്. ഇത് നമുക്കും ചിലപ്പോൾ തോന്നും, അതിൽ കാര്യമില്ല. അതായത് രണ്ട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ മനസ്സ് രണ്ടായിരിക്കും. അവർ നമ്മളെ അതുപോലെ സ്വീകരിക്കണം എന്ന് നമ്മൾ കരുതുന്നത് തെറ്റായിരിക്കും. ചിലരും മാറുകയല്ല, പക്ഷേ പലരും മാറും. അങ്ങനെ മാറിയ ഒരാളാണ് ദ്രുപദൻ. അതുകൊണ്ട് ദ്രുപദന്മാരും ദ്രോണർമാരും നമ്മുടെ സമൂഹത്തിൽ തിരുവനന്തപുരത്തും എല്ലായിടത്തും കാണാം. അപ്പൊ അതുകൊണ്ട് ആ സുഹൃത്തുക്കൾ തമ്മിൽ ദ്രോണർ മറക്കാത്തത് കൊണ്ടും ദ്രുപദൻ മറന്നത് കൊണ്ടും പൊറുക്കാനാകാത്തവണ്ണം പ്രതിഷേധമുള്ള ഒരു ശത്രുത മനസ്സിൽ നിറച്ചാണ് ദ്രോണർ ജീവിക്കുന്നത്. സത്യത്തിൽ അത്രയും വലിയ ഒരു പ്രതിഷേധം നിറച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും ദ്രോണർക്കില്ല. പക്ഷെ ചിലരെങ്ങനെയാണ്, ഒരു പ്രതിഷേധം ഉണ്ടായാൽ എന്നെങ്കിലും
അതിലൊരു സാഹചര്യം ഉണ്ടായി, അതൊന്ന് ചോദിക്കാൻ മനസ്സിലിങ്ങനെ കരുതി നടക്കും. ആ ഓർമ്മയുള്ളത് കൊണ്ട് ദ്രോണർ ആ കാര്യം പറയാതെ പഠിക്കുന്ന രാജകുമാരന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രിയ ശിഷ്യന്മാരാണ്, എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ നിങ്ങളുടെ ശിഷ്യത്വമൊക്കെ പൂർത്തിയായി നിങ്ങളോട് ഞാൻ പറയാം. ആ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ സാധാരണഗതിയിൽ സാമാന്യ വിവരമുള്ളവരും ക്ഷമയുള്ളവരുമെല്ലാം അങ്ങനെ ആര് പറഞ്ഞാലും അതങ്ങ് സാധിച്ചു തന്നേക്കാം എന്ന് പറയല്ല. അതൊരു വിവരമുള്ളവരുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന് ചിലർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏറ്റവും മുകളിൽ മുടിക്ക് താഴെ തന്നിരിക്കുന്ന തലച്ചോറാണ്. എന്താന്ന് വെച്ചാൽ ആദ്യം ചിന്തിക്കാനാണ്, അതിന് താഴെ തന്നിരിക്കുന്നത് നാക്കാണ്, അതിന് ശേഷം പറയാനാണ്, അതിന് താഴെ തന്നിരിക്കുന്നത് കൈയാണ്, അതിന് ശേഷം പ്രവർത്തിക്കാനാണ്, അതിന് താഴെയാണ് കാല്, അതിന് ശേഷം നടക്കാനാണ്. ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റ് ജീവികൾ അങ്ങനെയല്ല, ഏതാണ്ട് നിരപ്പിലാണ്. പക്ഷെ മനുഷ്യനെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തലച്ചോറ് തന്നിട്ടുള്ളത് മനുഷ്യനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് തലച്ചോറ് കൊണ്ട് വർക്ക് ചെയ്യാതെ പറയുകയും പറഞ്ഞിട്ടടിക്കുകയും പിന്നെ ജയിലിലാവുകയും ജയിലിൽ കിടന്നുകൊണ്ട് തലച്ചോറ് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ വർക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം തലച്ചോറുള്ളത് കൊണ്ട് മിണ്ടാതിരുന്നു. അർജുനൻ മാത്രം എണീച്ച് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരും. ഇത് അർജുനന്റെ ഒരു സ്വഭാവമാണ്. പുള്ളി ആർക്ക് വേണ്ടിയും അധികം ചിന്തിക്കാതെ എന്തും പറയും. അതിന് അദ്ദേഹത്തിന് ചിന്തിച്ചത് മുഴുവൻ കൃഷ്ണനാണ്, പ്രവർത്തിച്ചത് മുഴുവൻ അർജുനനാണ്. അതുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുഹൃത്ത് ബന്ധമായത്. അപ്പൊ അർജുനന് കൃഷ്ണനെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഈ സ്വഭാവമുണ്ട്. ആരെന്ത് പറഞ്ഞാലും തനിക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നിയാൽ, ഗുരുവാണെന്ന് തോന്നിയാൽ, ബന്ധുവാണെന്ന് തോന്നിയാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അർജുൻ ഏൽക്കും. ഇത് കുട്ടിക്കാലത്തെ ഉള്ള സ്വഭാവമാണ്. ഈ സ്വഭാവം നല്ലതല്ല എന്ന് അവസാനം കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷെ അർജുനൻ ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ഏറ്റുവാങ്ങലുകൾ അല്ലെങ്കിൽ ശപഥങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. അത് മിക്കവാറും ആ ശപഥത്തിലോ ഏറ്റുവാങ്ങലിലോ ഒക്കെ ഉള്ള ഒരു നല്ല കാര്യം, ന്യായീകരണം കണ്ടെത്താൻ നമുക്ക് പറ്റും. അങ്ങനെയാണ് ഈ ശിഷ്യത്വ പഠനം പൂർത്തിയായി ദ്രോണർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എൻ്റെ ആഗ്രഹം രാജാവായിരിക്കുന്ന ദ്രുപദനെ പോയി പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അപ്പൊ എല്ലാവർക്കും ഭയമാണ്, പക്ഷെ അർജുനന് ഭയമില്ല. അപ്പൊ അയാൾ അതിന് പുറപ്പെടുകയാണ്. അവിടെ പോയി കടുത്ത യുദ്ധം ചെയ്ത് അത് അർജുനന്റെ പ്രതിഭയ്ക്ക് മുമ്പിൽ ദ്രുപദന്റെ സൈന്യം വീണുപോയി. ദ്രുപദനെ പിടിച്ചു കെട്ടി അർജുനൻ കൊണ്ടുവന്ന് ദ്രോണർക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പൊ ദ്രോണരുടെ പ്രത്യേകത കാണിക്കുന്നുണ്ട്. ദ്രുപദനോട് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ സമന്മാരല്ല, അതുകൊണ്ട് സുഹൃത്തുക്കളാവാൻ പറ്റുകയില്ല. കാരണം നീ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്. അതുകൊണ്ട് സമന്മാരാവാ, നിന്റെ കെട്ടൊക്കെ അഴിച്ചു വിടാം. പകുതി രാജ്യം നിനക്ക്, പകുതി രാജ്യം എനിക്ക്. അതോടുകൂടി ഈ രോഷം കൈമാറുകയാണ്. ചിലപ്പോൾ അങ്ങനെയാണ്, നമുക്ക് തോന്നും അതുവരെ രോഷം ദ്രുപദനോട് ദ്രോണർക്കായിരുന്നു, പിന്നെ രോഷം ദ്രോണരോട് ദ്രുപദനാണ്. ഇങ്ങനെ ചിലത് സംഭവിക്കും. അതുവരെ ദ്രുപദനോട് എതിർക്കാനുള്ള ഒരു മോഹം ദ്രോണർ ഉപേക്ഷിച്ചില്ല. പക്ഷെ അതിനുശേഷം ദ്രോണരെ എതിർക്കാനുള്ള മോഹം ദ്രുപദൻ ഉപേക്ഷിച്ചില്ല. അതായത് എപ്പോഴും നമ്മൾ തീർന്നു എന്ന് തോന്നുന്ന പലതും തീരുകയല്ല. നമുക്ക് തൃപ്തിപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും അത് തീർന്നെന്ന്. അപ്പൊ തൃപ്തിപ്പെടാത്ത വേറൊരാളുണ്ടാവും. അങ്ങനെയാണ് ഒരു ഹൃദയത്തിലെ രോഷം വേറൊരു ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കഥയാണ് ഈ ദ്രോണ ദ്രുപദ സുഹൃത്ത് ബന്ധത്തിൽ പറയുന്നത്.
അതിലിടയ്ക്ക് വരുന്ന ഈ കൈമാറ്റത്തിന് കാരണമായ ഒരു കഥാപാത്രം കുട്ടിയായ അർജുനനാണ്. അപ്പൊ അർജുനൻ ഇത് കൊടുത്ത് ദ്രുപദൻ ദ്രോണരോടുള്ള വലിയ വിരോധവുമായി പോകുമ്പം ദ്രുപദൻ ഒരു പ്രതിജ്ഞ എടുത്തു, എനിക്ക് ഇയാളെ കൊല്ലാൻ ഒരാള് വേണം. പിന്നെ എന്നെ തന്നെ തോൽപ്പിച്ച് വിസ്മയപ്പെടുത്തി അർജുൻ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭയെ കൈവശപ്പെടുത്താൻ ഒരു വഴി വേണം. അങ്ങനെയാണ് അർജുനെ കൈവശപ്പെടുത്താൻ ഒരു മകള്, ദ്രോണരെ കൊല്ലാൻ ഒരു മകനും. അതൊരു യാഗത്തിലൂടെ ഉണ്ടായി എന്ന് വെച്ചാൽ മോഹം, യാഗം എന്നൊക്കെ പറയുന്ന വലിയൊരു മോഹം എന്ന് കരുതിയാൽ മതി. അങ്ങനെയാണ് ധൃഷ്ടനും പാഞ്ചാലിയും ദ്രൗപദിയും ജനിക്കുന്നത്. അപ്പൊ ഈ മഹാഭാരതം മുഴുവൻ പരിശോധിച്ചാൽ അതിൽ ഈ പക കൈമാറുന്നതിൻ്റെയും പക ഒരിക്കലും ഇറക്കി വെക്കാത്തതിൻ്റെയും അത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെയും ആ പരിശ്രമത്തിൽ പാടുപെട്ടതിൻ്റെയും ആ പാടുപെട്ടതിനെല്ലാം അവസാനം അർത്ഥമില്ലാതെ പോകുന്നതിൻ്റെയും മനുഷ്യന്റെ അർത്ഥമില്ലാത്ത ജീവിതത്തിന്റെ അനർത്ഥങ്ങളുടെ കഥയാണ് മഹാഭാരതം. അതിലൊരു കഥാപാത്രമാണ്, ഒരുപക്ഷെ ശക്തനായ കഥാപാത്രമാണ് അർജുനൻ. അപ്പൊ അത് കഴിഞ്ഞ് അർജുനൻ സ്വാഭാവികമായി ഈ വീരത്വമെല്ലാം പ്രദർശിപ്പിച്ച് അദ്ദേഹത്തിന്റെ അഭ്യാസ പ്രകടനം രാജകുമാരന്മാർക്ക് വേണ്ടി ഒരുക്കിയ ഒരു കളത്തിൽ ഗാന്ധാരിയും അമ്മമാരും പിന്നെ രാജാക്കന്മാരും മറ്റ് കാണികളും ഒക്കെ ഇരിക്കുന്നിടത്താണ് കാണിച്ച് മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്നത്. ആ അത്ഭുതപ്പെടുത്തലിലാണ് ദുര്യോധനൻ അർജുനനെ എങ്ങനെ നേരിടുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കർണൻ പ്രവേശിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അങ്ങനെയാണ് കർണനെ ദുര്യോധനൻ സുഹൃത്താക്കി അർജുനനെ നേരിടാനുള്ള ഒരു കരുത്തുറ്റ തൻ്റെ ആയുധമാക്കി കൂടെ തന്നെ നിലനിർത്തുന്നത്. അർജുനൻ അവിടെ നിന്ന് സ്വാഭാവികമായി പാണ്ഡവപക്ഷത്തെ ഭീമനോടും അർജുനോടുമുള്ള വൈരാഗ്യവും എതിർപ്പും കൊണ്ട് ദുര്യോധനൻ അവരെ അരക്കില്ലത്തിലയച്ച്, അരക്കില്ലത്തിൽ ഈ ഒരു കാട്ടാള, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരു കാട്ടാള സ്ത്രീയും 5 പേരും വന്ന സമയത്ത് അവരെ എരിച്ചവർ രക്ഷപ്പെട്ട് പുറത്തുപോയി. പിന്നെ അവർ വെളിവാക്കപ്പെടുന്നത്, സമൂഹത്തിന്റെ മുമ്പിൽ അവതരിക്കുന്നത് വേഷം മാറിയാണെങ്കിലും പാഞ്ചാലി സ്വയംവരത്തിലാണ്. പാഞ്ചാലി സ്വയംവരത്തിൽ അവർ മഹർഷിമാരുടെ നിർദ്ദേശത്താൽ ബ്രാഹ്മണ വേഷത്തിൽ ചെന്നു ചേരുകയാണ്. അവിടെ വെച്ചാണ് കൃഷ്ണനെ ആദ്യം കാണുന്നത്. കൃഷ്ണൻ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ സന്ദർഭം ഇതാണ്. അപ്പൊ എല്ലാ രാജാക്കന്മാരും നോക്കുന്നത്, നമുക്കും എപ്പോഴും അങ്ങനെയാണ്, എല്ലാ രാജാക്കന്മാരും നോക്കുന്നത് പാഞ്ചാലിയാണ്. പാഞ്ചാലി കറുത്തവളെങ്കിലും അപൂർവ സൗന്ദര്യമുള്ളവളാണ്. ഇപ്പോഴാണ് നമുക്ക് ഈ വെളുത്തവർക്ക് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ബോധം, അത് ഈ സായിപ്പന്മാർ കൊണ്ടുവന്നതാണ്. സത്യത്തിൽ കറുപ്പിനാണ് സൗന്ദര്യം. ലോകത്തിന്റെ നിറം കറുപ്പാണ്. വ്യാസന്റെ നിറം കറുപ്പാണ്, പാഞ്ചാലിയുടെ നിറം കറുപ്പാണ്, സീതയുടെ നിറം കറുപ്പാണ്, രാമന്റെ നിറം കറുപ്പാണ്. എന്നിട്ട് ലോകത്ത് മുഴുവൻ ആരാധിക്കാൻ വേണ്ടി വ്യാസൻ തന്നെ കറുപ്പാണെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് കൃഷ്ണദ്വൈപായനായത്. വ്യാസൻ അവതരിപ്പിച്ച കൃഷ്ണന്റെ നിറം കറുപ്പാണ്. എന്തുകൊണ്ട് വ്യാസൻ കൃഷ്ണന് വെളുപ്പ് കൊടുത്തില്ല? ഒറ്റ കാര്യമേ ഉള്ളൂ, വെളുപ്പല്ല ലോകത്തിന്റെ നിറം. വെളുപ്പ് ലോകത്തിന്റെ ചെറിയ ഭാഗത്ത് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുടെ നിറമാണ്. കറുപ്പ് ഏഷ്യയിലും ആഫ്രിക്കയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന അധ്വാനിക്കുന്ന മനുഷ്യന്റെ നിറമാണ്. ആ നിറമാണ് മഹാഭാരതത്തിലെ 90% കഥാപാത്രങ്ങൾക്കും വ്യാസൻ കൊടുത്ത നിറം. ഇപ്പൊ പക്ഷേ ചില സോപ്പിന്റെ പരസ്യത്തിലൊക്കെ നമ്മളോട് പറയുന്നത് ഇത് ഇട്ട് കുളിച്ചാൽ വെളുക്കുമെന്നാണ്. വെളുക്കല്ല, കുടുംബം വെളുക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മളിലേക്ക് വരുത്തി വെച്ച, നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരുപാട് തരത്തിലുള്ള വിദേശ സ്വാധീനം, സാംസ്കാരിക അധിനിവേശം നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉറങ്ങാതെ ഉണർന്നു കിടക്കുകയാണ്. അർജുനന്റെ നിറവും കറുപ്പാണ്.
പാഞ്ചാലിയെ കുറച്ചും മറ്റതിനെ കൂടുതലും കണ്ടു. ബാക്കിയുള്ളവരെല്ലാം പാഞ്ചാലിയെ നിറയെയും മറ്റുള്ളതിനെ കുറച്ചും കണ്ടു. അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്ത് അർജുനൻ ജയിച്ചു. നമുക്കും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പേപ്പർ ഒരുപാട് കണ്ടാൽ ചിലപ്പോൾ ഓർമ്മയങ്ങ് പോകും. പിന്നെ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ പുലിമുരുകനെ കുറിച്ച് ഓർത്താലും പോകും. സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴും നമ്മൾക്ക് എന്താണോ ആവശ്യം അത് കാണണം. അർജുനന്റെ ഒരു പ്രത്യേകത ഏതാണ്? അർജുനൻ എന്താണോ കാണേണ്ടത് അത് കാണും, മറ്റെല്ലാം രണ്ടാമതേ കാണും. അതുകൊണ്ട് അർജുനൻ ജയിച്ചപ്പോൾ തർക്കമൊക്കെ ആയി. ആ യുദ്ധത്തിലും അർജുനനും ഭീമനും കൂടെ നേരിട്ട് മറ്റെല്ലാവരെയും ജയിച്ചു. അവര് പാഞ്ചാലിയുമായി വീട്ടിലേക്ക് പോവുകയാണ്. സത്യത്തിൽ പാഞ്ചാലിയെ നേടിയതിൽ യുധിഷ്ഠിരനോ ഭീമനോ നകുലനോ സഹദേവനോ ആർക്കും പങ്കില്ല. പക്ഷെ അത് കൊണ്ടു ചെല്ലുമ്പോൾ അർജുനാകെ ഒറ്റ മോഹമേ ഉള്ളൂ, ജയിക്കണം. ആ വാശി പാഞ്ചാലിയെ സ്വന്തമാക്കണം എന്നില്ല. ഇത് അർജുന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ചെന്നപ്പോ അമ്മ അകത്തെന്ന് പറഞ്ഞു 5 പേരും കൂടെ എടുത്തോളായി. അർജുന്റെ ഒരു പ്രയാസവും തോന്നിയില്ല, അയാൾക്ക് ദുഃഖം തോന്നിയില്ല. യുധിഷ്ഠിരൻ തന്നെ പറഞ്ഞു, നീയാണ് ജയിച്ചത്, നീയാണ് നേടിയത്, നീ എടുത്തോ എന്ന്. അർജുനൻ പറഞ്ഞു, ഞാനാണ് നേടിയതെങ്കിലും അമ്മ പറഞ്ഞു നമ്മൾ എല്ലാവരും കൂടെ എടുത്തോളാൻ, അതുകൊണ്ട് ആദ്യം ചേട്ടൻ എടുക്കണം. ഇതാണ് അർജുനൻ. അതൊക്കെ ആ കഥയിലെ പ്രധാന സംഭവങ്ങളാണ്. അർജുനന്റെ ഒരു പ്രത്യേകതയുണ്ട്, അയാൾക്ക് മത്സരങ്ങളിൽ ജയിക്കണം, ഏറ്റവും വലിയ വില്ലാളിയാവണം. അതിൽ കിട്ടുന്നതെല്ലാം ആ കീർത്തി അയാൾ കളയാൻ തയ്യാറല്ല. അയാളെ അതിജീവിക്കുന്ന ഒരു വില്ലാളിയെ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയല്ല. ബാക്കി എന്തും അയാൾ പങ്കുവെക്കും, വേണ്ടി വന്നാൽ വേറെ ആൾക്ക് കൊടുക്കും. അതുകൊണ്ട് പാഞ്ചാലിയെ ആ 5 പേരും കൂടി വലിച്ച് അവരുടെ വധുവാക്കി കൊണ്ടു നടക്കാൻ തീരുമാനിക്കുകയാണ്. അർജുനൻ ഉൾക്കൊള്ളാത്ത, അർജുനന്റെ ഒരുപക്ഷെ അർജുനന്റെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്, അർജുനൻ അസൂയാലിയാവുന്നത് ഒരാളോടാണ്, അത് ഏകലവ്യനോടാണ്. അത് അക്കാലത്ത് നിലനിന്ന ഇന്ത്യൻ സാഹചര്യത്തിലെ ഒരു പെരുവിരലിന്റെ ചോര വീണ ഇന്ത്യയുടെ എക്കാലത്തെയും ദുഃഖസാന്ദ്രമായ ഒരു സംഭവമാണ്. അതിന് കാരണക്കാരൻ അർജുനനാണ്. അർജുനനും അർജുനന്റെ കൂട്ടുകാരും പാണ്ഡവരും ദ്രോണരുമെല്ലാം കാട്ടിൽ സഞ്ചരിക്കുന്ന സമയത്താണ് അവരെ കൂടെ വന്ന പട്ടി. ആ പട്ടി കാട്ടിൽ ദ്രോണരുടെ ഒരു പ്രതിമയുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ മരത്തിന്റെ മണ്ടയിലിരുന്ന് ദ്രോണരുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് അത് മനസ്സിൽ സ്വീകരിച്ച് ഒന്നൊഴിയാതെ പരീക്ഷിച്ച് അതെല്ലാം നടപ്പാക്കുന്ന ഏകലവ്യൻ എന്ന കാട്ടാള രാജകുമാരൻ കാട്ടിൽ ജീവിക്കുകയാണ്. ഇവരുടെ പട്ടിയുടെ പ്രത്യേകത, മനുഷ്യന് ഗന്ധം കൊണ്ട് മനസ്സിലാകാത്തത് പട്ടിക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് പാണ്ഡവരുടെ നായ ഏകലവ്യനെ ദൂരെ വെച്ച് തന്നെ കണ്ട് മണം കേട്ട് കുരയ്ക്കുകയാണ്. ഏകലവ്യൻ നായയെ കാണുന്നില്ല. പക്ഷെ ഏകലവ്യന് മനസ്സിലായി എന്തോ അപകടമുണ്ട്. ആ അപകടം മനസ്സിലാക്കിയ ഏകലവ്യൻ ആ പട്ടിയുടെ കൊര നിർത്തിയില്ലെങ്കിൽ അത് വലിയ ഒരു അപകടത്തിലേക്ക് എത്തും എന്ന് ധരിച്ചാണ്. അതിനെ കൊല്ലാനും പാടില്ല. ഒരു ജീവി എന്ന നിലയിൽ ഏകലവ്യന് ഒരു വധപാപം ഏറ്റുവാങ്ങാൻ പറ്റുകയില്ല. എന്നാൽ അതിൻ്റെ കൊര നിർത്തിയില്ലെങ്കിൽ അപകടവും ഉണ്ട്. അതുകൊണ്ടാണ് അമ്പെയ്ത് പട്ടി കുരയ്ക്കുന്ന തുറന്ന വാ പിന്നെ അടയ്ക്കാൻ പറ്റാതെ താഴെയും മുകളിലും അമ്പേൽപ്പിച്ച് ആ പട്ടി അമ്പേൽപ്പിക്കുന്നത് ഈ ശബ്ദ തരംഗങ്ങൾ വരുന്ന വഴി മനസ്സിലാക്കി കാണാതെ തന്നെ ആ ശബ്ദം പുറപ്പെടുവിക്കുന്നിടത്തമ്പയച്ച് കൃത്യം പട്ടിയുടെ വായിൽ തന്നെ അമ്പ് കുരുത്ത് ശബ്ദം പുറപ്പെടുവിക്കാനൊക്കാതെ പട്ടി പാണ്ഡവരുടെ അടുത്തെത്തുമ്പോഴാണ് അത് അമ്പാണെന്ന് അർജുനന് മനസ്സിലാവുമ്പോൾ അർജുനൻ മനസ്സിലാക്കുന്നത് എന്നെക്കാൾ സൂക്ഷ്മതയുള്ള, അല്ലെങ്കിൽ എന്നോളം തന്നെ എല്ലാമുള്ള ഒരാൾ ഈ കാട്ടിലുണ്ടെങ്കിലേ ഇത് സംഭവിക്കും.
ഈ കഥയിൽ ഒരുപാടിടത്ത് കർണൻ പശുവിനെ കൊല്ലുന്നുണ്ട്, അർജുനൻ ചിലരെ കൊല്ലുന്നുണ്ട്, മറ്റ് വില്ലാളി വീരന്മാരെല്ലാം പലരെയും കൊല്ലുന്നുണ്ട്. പക്ഷെ ഏകലവ്യൻ കൊല്ലുന്നില്ല. ഒരു പട്ടിയാണെങ്കിലും അതിൻ്റെ ജീവനും വില നൽകുന്നുണ്ട്. എന്നാൽ തൻ്റെ ആപത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ അതിൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പൊ ഈ ഏകലവ്യന്റെ കരവിരുതിന്റെ പ്രത്യേകത കൊണ്ട് അർജുനന് ആദ്യമായി ഒരാളോട് വല്ലാതെ അസൂയ തോന്നുകയാണ്. അർജുനൻ സങ്കടപ്പെട്ട് ദ്രോണരോട് പറയുന്നത്, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി എന്നങ്ങ് പറയുന്നു, പക്ഷേ എന്നോടൊപ്പമോ എന്നെക്കാളോ ഒരാൾ ഈ കാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ദ്രോണർ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് ഏകലവ്യൻ വരികയാണ്. ഏകലവ്യനോട് ദ്രോണർ ചോദിക്കുന്നു, നിന്റെ ഗുരു ആരാണ്? അത് ദ്രോണാചാര്യരാണെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും പഠിച്ചതും അതെല്ലാം കണ്ടതും. അപ്പൊ ദ്രോണാചാര്യർക്ക് അർജുനോടുള്ള ഇഷ്ടം കൊണ്ടും ആ ഇഷ്ടം തനിക്ക് നിലനിർത്താനുള്ള ബാധ്യത കൊണ്ടും യവനെപ്പോലെ ഒരു രാജകുമാരനെ മറികടക്കാൻ കാട്ടിലൊരു മനുഷ്യൻ ഉണ്ടാകരുതെന്ന തൻ്റെ നിശ്ചയം കൊണ്ടും ഒരു ചാതുർവർണ്ണ്യത്തിന്റെ കിരീടം മനസ്സിൽ ഇറക്കി വെക്കാൻ പറ്റാതെ കൊളുത്തിയിട്ടത് കൊണ്ടും ഈ ദ്രോണരാണ് ഏകലവ്യനോട് പറയുന്നത്, ഞാൻ നിന്റെ ഗുരുവാണെങ്കിൽ നീ ഗുരുദക്ഷിണ തരണ്ടേ എന്ന് ചോദിച്ചോളാൻ പറയുകയാണ്. അപ്പോഴാണ് നിന്റെ പെരുവിരൽ അറുത്തു തരാൻ പറയുന്നത്. ഒരു മടിയും കൂടാതെ ആ കുട്ടി തൻ്റെ പെരുവിരൽ അറുത്ത് കാഴ്ചവെക്കുകയാണ്. ആ വിരൽ സത്യത്തിൽ ഇന്ത്യൻ ചാതുർവർണ്ണീയ വ്യവസ്ഥയുടെ മുഖത്ത് അന്ന് ഒരു കുട്ടി അറുത്ത് വെച്ച ഒരു നേർച്ച മാത്രമല്ല, അതാണ് ഇന്ത്യയെ പിറകോട്ടടിച്ച ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് കുമാരനാശാൻ പാടിയത്, എത്രയോ പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയി ഭാരതമാതാവേ നിൻ വയറ്റിലെന്ന് കുമാരനാശാൻ പാടുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരു ഏകലവ്യന്റെ വിരൽ മുറിച്ച് ഒരു ഗുരുവിന്റെ മുന്നിലിട്ട് വ്യാസനത് സൂക്ഷ്മമായി പറഞ്ഞു. അതിന് കാരണക്കാരൻ ഈ അർജുനന്. അതായത് ഈ അസൂയ എന്ന് പറയുന്നത് അർജുനന് മാറ്റിവെക്കാൻ പറ്റിയില്ല. തന്നെപ്പോലെ ഒരാളെ അർജുനനും ഉൾക്കൊള്ളാൻ പറ്റുകയല്ല. ഒരു രാജകുമാരനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുനൻ ഉൾക്കൊണ്ടേനെ. പക്ഷേ ഒരു കാട്ടാളകുമാരനെ അർജുനന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അർജുനൻ പിന്നെ മുന്നോട്ട് പോകുന്നതെല്ലാം പാഞ്ചാലിയെ നേടി. അത് കഴിഞ്ഞ് അർജുനൻ ഈ ഒരു പാവബോധം കൊണ്ട്, അതായത് യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടെ ഇരിക്കുന്ന മുറിയിൽ ഒരു ആയുധം എടുക്കാൻ വേണ്ടി ചെന്ന് കയറുമ്പോൾ അവരുടെ തമ്മിൽ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയൊക്കെ കൊടുത്തത് നാരദം വന്ന് കൊടുത്തതാണ്. നിങ്ങൾ ഒരാൾക്കൊരു വർഷം, അടുത്ത ആൾക്ക് അടുത്ത വർഷം, അടുത്ത ആൾക്ക് അടുത്ത വർഷം, ഇതിലേതെങ്കിലും ഒരു തടസ്സം വന്നാൽ ആ ആൾ 12 വർഷം കാടുവാസം അല്ലെങ്കിൽ കൊട്ടാരം വിട്ടവാസം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് അർജുനൻ 12 വർഷം പോകുന്ന. ആ പോകുന്ന വഴിക്കാണ് അവസാനം സുഭദ്ര, അതിനു മുമ്പ് 2 സ്ത്രീകളൊക്കെ അർജുനൻ വേൽക്കുന്നതും. അർജുനന് ഇങ്ങനെ പാഞ്ചാലിയിൽ ഒരു പുത്രനും മറ്റു 2 പേരിൽ 2 പുത്രന്മാരും സുഭദ്രയിൽ അഭിമന്യും ഒക്കെ ഉണ്ടാവുന്ന. അങ്ങനെയാണ് അവരെല്ലാം മരിക്കുന്നുണ്ട് യുദ്ധത്തിൽ. അർജുനൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു സാമാന്യന യുധിഷ്ഠിരനെ കൃത്യമായി അനുസരിക്കുന്ന ഒരാളാണ് അർജുനൻ. ഭീമൻ അങ്ങനെയല്ല. ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. കാറ്റ് പോലാണ്. കാറ്റിന്റെ മകൻ എന്ന് വ്യാസൻ പറഞ്ഞത് കാറ്റിന്റെ മകൻ ആയതുകൊണ്ടായിരിക്കല്ല, ഒരു കാറ്റ് പോലെ തന്നെ വീശിയടിക്കുന്ന ഒരു സ്വഭാവം, പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, ഇളകുന്ന ഒരു സ്വഭാവം അത് ഭീമനുണ്ട്. അർജുനൻ അങ്ങനെയല്ല. അർജുനൻ മിക്കവാറും ഭീമൻ ദേഷ്യപ്പെടുമ്പോഴും യുധിഷ്ഠിരനെതിരെയാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ അർജുനൻ ഭീമനെ പിടിച്ചിരുത്തും. അർജുനന്റെ വ്യത്യസ്തമായ ചില മുഹൂർത്തങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. വ്യത്യസ്തമായ മുഹൂർത്തങ്ങൾ, വൈരുദ്ധ്യമുള്ള മുഹൂർത്തങ്ങൾ. അർജുനൻ പലതും
നേടുമ്പോൾ അർജുനന്റെ എല്ലാ കാലത്തെയും ആഗ്രഹം പുതിയ ആയുധങ്ങൾ നേടുക എന്നതാണ്. പുതിയ അറിവ് എന്ന് പറയുന്നത് ആ കാലത്ത് പുതിയ ആയുധങ്ങളാണ്. ഈ കാലത്തും ഒരുപക്ഷെ അറിവിന്റെ മഹാഭൂരിപക്ഷവും നിൽക്കുന്നത് പുതിയ ആയുധങ്ങളിലാണ്. അതായത് അതിൽ നിന്ന് വ്യാസൻ തന്നെ സൂചിപ്പിച്ചിട്ടും ഇത് സർവനാശത്തിനാണെന്ന് പറഞ്ഞിട്ടും ഇന്നും നമുക്ക് മാറാൻ പറ്റുന്നില്ല. ഇത് മനുഷ്യന്റെ ഒരു പരിമിതിയാണ്. അർജുനൻ ഈ പുതിയ പുതിയ ആയുധങ്ങൾ നേടാനുള്ള ശ്രമത്തിനിടയിലാണ് ഒരു ദിവസം അർജുനനും കൃഷ്ണനും കൂടി ഖാണ്ഡവ വനത്തിനടുത്തിരിക്കുമ്പോൾ വരുണനാണെന്ന് പറയുന്നു, എന്തായിരുന്നാലും ഒരു ബ്രാഹ്മണർ പറഞ്ഞാൽ അത് കേൾക്കണമെന്നുള്ളത് ആ കാലത്തുള്ളൊരു നിയമമാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മിത്ത് അതിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത്. ഈ ഖാണ്ഡവ വനത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന്. ഇന്ത്യയിൽ കൃഷിസ്ഥലങ്ങളൊക്കെ വിപുലപ്പെട്ടത്, സമതലം, ഗംഗാ യമുന സമതലമൊക്കെ രൂപപ്പെട്ടത് ആ കാലത്ത് ആ നാടെല്ലാം കാടായിരിക്കും. അങ്ങനെ ആയിരിക്കും. എന്തായിരുന്നാലും ഖാണ്ഡവ വനം നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് ഒരാവശ്യം ഉന്നയിക്കുകയാണ്. ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇവർ തിരിച്ചൊരാവശ്യം ഉന്നയിക്കുന്നത് ഇതെല്ലാം കൂടെ ഇങ്ങനെ തീയിട്ട് നശിപ്പിക്കണമെങ്കിൽ അതിന് പറ്റിയ ആയുധങ്ങൾ വേണമെന്നാണ്. അങ്ങനെയാണ് ഒരായുധം അർജുനനും ഒരായുധം കൃഷ്ണനും കിട്ടുന്നത്. കൃഷ്ണന് കിട്ടുന്നത് സുദർശന ചക്രമാണ്, അർജുനന് കിട്ടുന്നത് ഗാന്ധീവമാണ്. അർജുനൻ പിന്നെ എല്ലാ കാലത്തും ഈ ഗാന്ധീവധാരിയാണ്. അയാൾ ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കും, പക്ഷേ ഗാന്ധീവം ഉപേക്ഷിക്കാൻ അർജുനന് പറ്റുകയല്ല. നമുക്കും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്തും ഉപേക്ഷിക്കാൻ പറ്റും. ചിലർക്ക് പണം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല, ചിലർക്ക് പദവി ഉപേക്ഷിക്കാൻ പറ്റുകയില്ല, ചിലർക്ക് അഹങ്കാരം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല, ചിലർക്ക് ആഡംബരം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം ഒരർത്ഥത്തിൽ ഗാന്ധീവമാണ്. മനുഷ്യന് അവനെ തന്നെ ഉപേക്ഷിച്ചേ പറ്റൂ. മരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് അർജുനും പറ്റുകയില്ല, നമുക്കും പറ്റുകയില്ല. അത് പ്രകൃതി നമ്മളോട് ചെയ്യുന്നതാണ്. നമുക്ക് നമ്മളെ ഉപേക്ഷിച്ചേ പറ്റൂ. പക്ഷേ നമ്മൾ ഉപേക്ഷിക്കുവോളം നമുക്ക് ചിലത് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അർജുനന് വ്യാസൻ കൊണ്ടു നിർത്തുന്നത് അർജുനന് ഒന്നേ ഉപേക്ഷിക്കാൻ പറ്റാതുള്ളൂ, അത് ഗാന്ധീവമാണ്. ഇത് അർജുനന്റെ ഒരു പോരായ്മയാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ പിന്നെ പറയാം. എന്തായിരുന്നാലും അന്നത്തെ രീതി അനുസരിച്ച് കാടിന്റെ മഹത്വം ഒന്നും അർജുനനും കൃഷ്ണനും ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കും. കാട് ഉണ്ടെങ്കിലേ നാടുള്ളൂ, അല്ലെങ്കിൽ നാട്ടിലുള്ള വിഭവങ്ങളെല്ലാം പ്രാഥമിക അർത്ഥത്തിൽ കാട്ടിലുള്ളതാണ്. കാട് തരുന്നതാണ്. വെള്ളമാണെങ്കിലും വായുവാണെങ്കിലും ഫലമാണെങ്കിലും മത്സ്യങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമാണെങ്കിലും അങ്ങനെ എല്ലാത്തിനും വേണ്ടിയുള്ളത് തരുന്നത് കാടാണ്. ഈ കാടിൻ്റെ മഹത്വം ഒരുപക്ഷെ കാട് ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം അന്നത്തെ ഭരണാധികാരികൾക്കും അർജുനനും കൃഷ്ണനും ഉൾപ്പെടെ വേണ്ടത്ര മനസ്സിലായിരുന്നില്ല. ഇന്നത്തെ ആളുകൾക്കും മനസ്സിലാവുന്നില്ല. അത് അന്ന് മാത്രമല്ല, അതായത് നമുക്ക് ചില നാടിന് പൊതുവെ ആവശ്യമുള്ളത് നമുക്ക് ആ ആവശ്യമനുസരിച്ച് മനസ്സിലാവുന്നില്ല എന്നത് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഒരു ജീവിയെയും വിടുന്നില്ല. എല്ലാത്തിനെയും കൊന്ന് 7 ജീവികൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മയൻ എന്നൊരു നമ്മുടെ എഞ്ചിനീയറും, ആ കാലത്ത് അസുരന്മാരായിരുന്നു നിർമ്മാണ പ്രക്രിയയിൽ മുഴുവൻ നിന്നത്. മയൻ ഒരു എഞ്ചിനീയറാണ്. ആ കാലത്ത് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്നുള്ളത് കൊണ്ട് ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാം. അങ്ങനെയാണ് മയസഭ ഉണ്ടാവുന്നത്. അത് സത്യത്തിൽ ഒരുപാട് വഴക്കിൻ്റെ വിത്ത് വീണ കാരണമായ ഒരു സഭയാണ്. 2 സഭകളാണ് അവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. ഒന്ന് ഈ മയസഭ, ഒന്ന് ചൂതുകളിക്ക് വേണ്ടി ദുര്യോധനൻ ഉണ്ടാക്കിയ സഭ. ഈ 2 സഭകളും ഏത് സഭയും ഉണ്ടാകുമ്പം ശ്രദ്ധിക്കേണ്ടത്, ആഡംബരമുള്ള ഏത് സഭയും പിന്നെ അടിക്ക് കാരണമാവും. സഭകളൊന്നും മനുഷ്യനെ അടുപ്പിക്കുന്നതല്ല, അടിപ്പിക്കുന്നതാണ്. അത് ആ കാലത്തെ വ്യാസൻ പറയുമ്പോൾ ഈ കാലത്തും അതെല്ലാം ബാധകമാണ്. അപ്പൊ എന്തായിരുന്നാലും ആ കാട് മുഴുവൻ അവർ ചുട്ടുകളഞ്ഞു. ആ കാടിൽ നിന്ന്
രക്ഷപ്പെട്ട, അതായത് മരിച്ചുപോയ പാമ്പുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അർജുന കുലത്തോട് തന്നെ എല്ലാ കാലത്തും പക കൊണ്ട് നടന്നത്. അവരാണ് പരീക്ഷത്തിനെ കൊല്ലുന്നതും പിന്നെ ജനമേജയൻ ഇവരെല്ലാം കൊല്ലാൻ വേണ്ടി യാഗം നടത്തുന്നതും ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ജീവികൾ എന്ന് പറയുമ്പോൾ അവരൊന്നും പാമ്പായിരിക്കല്ല, ഒരുപക്ഷെ അതൊക്കെ മനുഷ്യകുലത്തിന്റെ പേരുകളായിരിക്കും. കാട്ടിൽ ജീവിച്ച, അന്ന് കാട്ടിലൊക്കെ ജീവിച്ച ഒരുപാട് ഇപ്പോഴത്തെ ആദിവാസികളെ പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എല്ലാ കാലവും ഈ രാജകുടുംബത്തോടും പ്രത്യേകിച്ച് അർജുനോടും അർജുനന്റെ പരമ്പരയോടും അവർ പക കൊണ്ട് തന്നെ നടന്നു. അത് അർജുനൻ ചെയ്ത ഒരു വലിയ തെറ്റാണ്. അങ്ങനെ എല്ലാ കാലത്തും പക കൊണ്ട് നടക്കാവുന്ന തരത്തിലുള്ള കൊടും ദ്രോഹങ്ങൾ ഈ ഖാണ്ഡവ ദഹനത്തിലൂടെ വ്യാസൻ പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ആയുധം മാത്രമല്ല, ഈ ദേവദത്തം എന്ന ശംഖം അർജുനന് കിട്ടുന്നത്. അർജുനൻ ഈ ഗാന്ധീവധാരിയായി ഏതാണ്ട് അവസാനം വരെ അർജുനൻ നിന്നു. പിന്നെ അർജുനന്റെ ചില പ്രത്യേകതകൾ അയാളുടെ ധീരതയിലാണ്. അയാൾ 2-3 തവണ കർണനെ തോൽപ്പിക്കുന്നുണ്ട്. അയാൾ പിന്നെ ജയദ്രഥനിൽ നിന്ന് പാഞ്ചാലിയെ വീണ്ടെടുക്കുന്നുണ്ട്. അയാൾ ഭീഷ്മരും കർണനും അശ്വത്ഥാമാവും ദ്രോണരും ദുര്യോധനും ഒക്കെ കൂടെ വന്ന് വിരാട പശുക്കളെ തട്ടിക്കൊണ്ടു പോയിട്ടും ഈ ഒരു ബൃഹന്തളയുടെ വേഷത്തിൽ പോയി ഉത്തരൻ ഭയങ്കര പേടിത്തൊണ്ടനായിരിക്കുമ്പോൾ അവസാനം അയാളെ വിളിച്ച് അയാൾക്ക് ധൈര്യം കൊടുത്ത്, അതാണ് ഈ കൊടുത്തു വരുന്നത്. അതായത് ഉത്തരന് ധൈര്യം കൊടുക്കാൻ അർജുനന് പറ്റും. പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാം താഴെ വെച്ച് ഈ ബന്ധുക്കളെ കൊന്ന് എനിക്കിനി അധികാരം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന അർജുനന് ധൈര്യം കൊടുക്കാൻ കൃഷ്ണനെ പറ്റും. ചിലപ്പോൾ അങ്ങനെയാണ്, എല്ലാവർക്കും എല്ലാം പറ്റുകയല്ല. ചിലരെ ഉത്തേജിപ്പിക്കാൻ ചിലർക്ക് പറ്റും. അർജുനന് തൊട്ട് താഴെയുള്ളവരെല്ലാം ഉത്തേജിപ്പിക്കാനും ഉത്തരന്റെ ഒരു വില്ലാളി വീരനാക്കി മാറ്റാനും അയാളുടെ ഭയത്തെ എല്ലാം കളയാനും അർജുനന് പറ്റും. പക്ഷെ അർജുനൻ ഇതെല്ലാം കഴിഞ്ഞ് ആ കാലത്തെ ഏറ്റവും വലിയ വില്ലാളി എന്ന് പേരെടുത്ത് സർവ്വതും സംഭവിച്ച് അയാൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്ന് ഈ ഗാന്ധീവം ധരിച്ച് അയാൾ രഥത്തിലേറി. അയാളുടെ രഥത്തിലുള്ള കുതിരകൾ പോലും, അതുകൊണ്ട് അയാളെ ശ്വേതവാഹനൻ എന്ന് വിളിക്കും, വെളുത്ത കുതിരകളാണ്. അപ്പൊ അതിലൊക്കെ അയാൾ കയറി ഇരുന്ന് വരുമ്പോഴാണ് അയാൾക്ക് ഈ 2 സൈന്യങ്ങളെയും കാണാൻ വേണ്ടി കൃഷ്ണനോട് പറയുന്നത്, 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്നെ കൊണ്ടൊന്ന് നിർത്താൻ. ആരൊക്കെയാണ് എൻ്റെ ശത്രുക്കളെന്ന്, ആരൊക്കെയാണ് എൻ്റെ മിത്രങ്ങളെന്ന്, ആരോടൊക്കെയാണ് ഞാൻ എതിർക്കേണ്ടതെന്ന്, ആരെയൊക്കെയാണ് കൊല്ലേണ്ടതെന്ന്, എങ്ങനെയൊക്കെയാണ് ജയിക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന്. അങ്ങനെ കൃഷ്ണൻ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ ഈ ഭീഷ്മരെയും ദ്രോണരെയും പിന്നെ അശ്വത്ഥാമാവിനെയും കൃപരെയും മറ്റ് പിന്നെ സഹോദരങ്ങളെയും ഗുരുകാരണവന്മാരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ട് അർജുനൻ ഗാന്ധീവം താഴെ വയ്ക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഗാന്ധീവം താഴെ വയ്ക്കുമ്പോൾ അയാൾ ഒരു സാധാരണ മനുഷ്യനാവുകയാണ്. അയാളുടെ മനുഷ്യത്വം മുഴുവൻ അയാളുടെ മനസ്സിൽ ഉറഞ്ഞു കൂടുകയാണ്. അയാൾ കൃഷ്ണനോട് പറയുകയാണ്, ഈ ചോര പുരണ്ട ഒരുതരം ഭോഗങ്ങളും എനിക്ക് ആവശ്യമില്ല കൃഷ്ണ എന്ന്. അതൊരു പച്ച മനുഷ്യനായ അർജുനനാണ്. ചിലപ്പോൾ അർജുനൻ അങ്ങനെയാണ്. പക്ഷെ അതിനയാൾക്ക് ഗാന്ധീവം താഴെ വെക്കണം. അയാൾ ആയുധധാരി അല്ലാതാവണം. അപ്പോൾ അയാൾ പച്ച മനുഷ്യനാവും. നമുക്ക് അയാളോട് ഒരുപാട് ഇഷ്ടമാവും. കൃഷ്ണന് ആയുധമെടുത്ത അർജുനൻ ആവശ്യമുണ്ട്. അവിടെയാണ് ഈ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകത കൊണ്ട് അന്ന് ചെറുതായിട്ടൊന്നായിരിക്കും, പിന്നെയാണ് ഇത്ര വിപുലമായി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നാണ് തോന്നുന്നത്. ഈ ഭാഷാശാസ്ത്രജ്ഞന്മാരെല്ലാം ഒരുപാട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞു എന്നല്ല, വ്യാസൻ പറഞ്ഞു എന്നാണ്. വ്യാസന്റെ ആശയങ്ങൾ ഒരു കഥാപാത്രത്തിലൂടെ വ്യാസൻ പറയുകയാണ്. അത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ചെറുപ്പകാലത്ത് വായിക്കുന്നത് സംസ്കൃതത്തിലല്ല. മഹാത്മാഗാന്ധിക്ക് സംസ്കൃതം അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത ഭഗവത്ഗീതയാണ് വായിച്ചപ്പം ഇത് ഗുജറാത്തുകാരനായ മഹാത്മാഗാന്ധിക്ക് തോന്നിയത് ഇത് ഒരു വലിയ തത്വചിന്തയുടെ ഒരുപാട് വിളക്കുകളുള്ള
ഒന്നാണെന്ന്. അങ്ങനെയാണ് പിന്നെ അദ്ദേഹം ഒരുപാട് വായിക്കാൻ ശ്രമിക്കുന്നതും ചിന്തിക്കാൻ ശ്രമിക്കുന്നതും ഗുജറാത്തി ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഒക്കെയുള്ള ഭഗവത്ഗീത അദ്ദേഹം ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ഒരു ആരാധകനായി മാറുന്നതും. ആ ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് അവസാനം ഈ അർജുനന് എന്നിട്ടും വിഷമമാവുന്ന കാര്യത്തിലാണ് അർജുനന്റെ മുമ്പിൽ കൃഷ്ണൻ വിശ്വരൂപം കാണിക്കുന്നത്. വിശ്വരൂപം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ശാസ്ത്രം അനുസരിച്ച് ഒരാളിങ്ങനെ എന്നിൽ തന്നെ എല്ലാം ഉണ്ട്, ലോകം മുഴുവൻ ഉണ്ടെന്നല്ല, നമ്മളിലും എല്ലാം ഉണ്ട്. ലോകത്ത് നമ്മളിലെ ഒരു സെല്ലിൽ പുതിയ നിരീക്ഷണം അനുസരിച്ച് ലോകമുണ്ട്, ഓരോ സെല്ലിലുമുണ്ട്. ഇതൊരു പ്രത്യേക അർത്ഥത്തിൽ എന്ന് പറഞ്ഞ് അല്ലാതെ എണീച്ചു ലോകം മുഴുവൻ അർജുനനെ മാത്രം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അർജുനൻ ആശയം കൊണ്ട് ഒരു സെല്ലിലും മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന എല്ലാം കണ്ടു എന്നാണ്. അല്ലാതെ ഒരു ഭയങ്കരത്വം കണ്ടു എന്ന് മനസ്സിലാക്കേണ്ടതില്ല. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെന്ന് വ്യാഖ്യാനിക്കാം. ഞാൻ പറയുന്ന അല്ലാതെ വേറൊരു തരത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാൽ അത് കൃഷ്ണൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ ലോകത്തിലെ ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ ചിന്ത അർജുനനോട് പറയുന്നു. അത് ഈ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അർജുനൻ ഈ സംശയമെല്ലാം ചോദിച്ച് കൃഷ്ണൻ ഈ സംശയത്തിന് ഉത്തരവെല്ലാം പറഞ്ഞ് അർജുനനെ അവസാനം അർജുനൻ ഏതാണ്ട് സജ്ജമായപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു. നിനക്ക് വേണ്ടി എൻ്റെ അറിവ് മുഴുവൻ പങ്കുവെക്കുമ്പോഴും അർജുന ഒരു കാര്യം, ഇതേ ജ്ഞാനവാഖ്യാനം എന്ന് പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞു. അവസാനം പറയുന്നുണ്ട് യഥാചസ്യതഥാ ഗുരു. അതാണ് അതിൻ്റെ ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ പറയുന്നതിന് മുമ്പേ കൃഷ്ണൻ പറഞ്ഞു. അതായത് ഇതെല്ലാം പറഞ്ഞു, നീ കേട്ടു, പക്ഷേ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചേ നീ പ്രവർത്തിക്കാവൂ. ഇവിടെയാണ് കൃഷ്ണന്റെ ഏറ്റവും വലിയ ജനാധിപത്യ ബോധവും കൃഷ്ണൻ ഒരു ഡിപ്ലോമാറ്റ് ആവുന്നതും ഇവിടെയാണ്. അതായത് അർജുനന്റെ സ്വാതന്ത്ര്യം കൃഷ്ണൻ എടുത്തില്ല, പക്ഷേ അർജുനനെ യുദ്ധ സജ്ജനാക്കേണ്ട ഉത്തരവാദിത്വം കൃഷ്ണനുണ്ട്. അർജുനന്റെ ഉള്ളിലുള്ള ഭയപ്പാട്, കാരണവന്മാരാണെന്ന തോന്നൽ, അവരെ കൊല്ലുമ്പോൾ ധർമ്മം പോകുമെന്ന ഒരു പേടി, അങ്ങനെ കിട്ടുന്നത് ചോരയിൽ നിന്ന് കിട്ടുന്നതാണെന്ന ഒരു ഭയം, ഇതൊക്കെ മാറ്റാൻ വേണ്ടി പറയാവുന്നതെല്ലാം പറഞ്ഞിട്ട് പറയുന്നത്, പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് അർജുന നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ മതി. ഇത് നമുക്ക് എത്ര പേർക്കെന്ന് പറയാൻ പറ്റും? എല്ലാം പറഞ്ഞിട്ട് ഇത് മഹാത്മാഗാന്ധിക്ക് പോലും പറയാൻ പറ്റില്ല. മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൽ അതിൻ്റെ നായകനായി നയിക്കാൻ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ ക്ഷണിക്കുമ്പോൾ മഹാത്മാഗാന്ധി എണീറ്റ് വന്ന് വടിയും ഇടിച്ച് വന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറയണമായിരുന്നു എന്നാണ് ഇന്ത്യ ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹം കേട്ടിരിക്കുന്നവരോട് പറയുന്നത് ഡു ഓർ ഡൈ എന്നാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്. പക്ഷെ കൃഷ്ണൻ പറഞ്ഞത് അർജുന യഥാചസ്യതഥാ കുരു, നീ ചിന്തിച്ച് നീ പ്രവർത്തിക്കുക. അർജുനൻ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നെ ഉള്ളത് അർജുനന്റെ പ്രവൃത്തിയും ധർമാധർമ്മങ്ങളുടെ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ യുദ്ധത്തിൽ ധർമ്മങ്ങൾ അധികം നിലനിൽക്കുകയല്ല. ധർമ്മങ്ങൾ അധികം നിലനിന്ന യുദ്ധം ആദ്യത്തെ 10 ദിവസത്തെ ഭീഷ്മർ നയിച്ച യുദ്ധമാണ്. അവിടെ പാവപ്പെട്ട പടയാളികൾ ഒരുപാട് മരിച്ചെങ്കിലും നേർക്കുനേർ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടവർ തമ്മിൽ ചില ധർമാധർമ്മങ്ങളൊക്കെ നിലനിർത്തി. അതിനുശേഷം പിന്നെ ഏത് യുദ്ധത്തിലും സംഭവിക്കുന്ന യുദ്ധത്തിൽ ധർമാധർമ്മത്തിനോ സത്യസന്ധതയ്ക്കോ ഒന്നും സ്ഥാനമില്ല. അവിടെ വീഴുന്ന പ്രാണനും പ്രാണന്റെ ചോരയ്ക്കും അതിൻ്റെ അളവിനും അതുമൂലം ഉണ്ടാകുന്ന വിജയം എന്ന ആഘോഷത്തിനും ഒക്കെ സ്ഥാനമുണ്ട്.
ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ അതെല്ലാം സംഭവിക്കുകയാണ്. അവിടെയും അർജുനൻ ശിവനെയൊക്കെ തപസ് ചെയ്ത് നേടിയ പാശ്വതാസ്ത്രം അത് ശിവന്റെ കൈവശം തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പൊ അർജുനൻ അതെല്ലാം ആവശ്യമായി വരികയാണ്. അതേത് യുദ്ധത്തിലും അങ്ങനെയാണ്. നമ്മൾ പുതിയതായി കണ്ടെത്തുന്ന ഒരു ആയുധം എപ്പോഴെങ്കിലും പ്രയോഗിക്കേണ്ടി വരും. അതാണ് ലോകത്തിന്റെ ഇന്നത്തെ പേടി. പുതിയതായി കണ്ടെത്തിയ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും എല്ലാം എത്ര വലിയ പ്രചരണം നടത്തിയാലും ചിലപ്പോൾ പ്രയോഗിക്കേണ്ടി വരും. കാരണം മനുഷ്യൻ കണ്ടെത്തിയതാണിത്. അതൊന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണപ്പോൾ തന്നെ ലോകം അതിൻ്റെ മുമ്പിൽ കേണു വീണുപോയി. പിന്നെ അത് ഉപയോഗിക്കാതിരിക്കാൻ, അത് നിർജീവമാക്കാൻ, അതുണ്ടാക്കാതിരിക്കാൻ പക്ഷെ ഉണ്ടാക്കുകയാണ് ലോകം. ഇത് അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിലും അർജുനനും അശ്വത്ഥാമാവും മറ്റുള്ളവരും ഒക്കെ സംഭരിച്ച ആയുധങ്ങൾ അവർക്ക് പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. പാശ്വതാസ്ത്രം പ്രയോഗിക്കേണ്ടി വരുന്നത് ജയദ്രഥനെ കൊല്ലാനാണ്. അത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ അർജുനന്റെ ധീരതയുടെയും കൃഷ്ണന്റെ പാടവത്തിന്റെയും തന്ത്രങ്ങളുടെയും ഒരു മഹത്തായ മുഹൂർത്തമാണ്. അഭിമന്യു എന്ന 16 വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ ഈ കൗരവപക്ഷത്തെ 6 പേർ ചേർന്ന് അകത്ത് ജയദ്രഥനിലൂടെ അകപ്പെടുത്തി തെറ്റായ വഴിയിലൂടെ വധിച്ച്, ഇത് അർജുൻ അറിഞ്ഞ്, സ്വാഭാവികമായ അർജുനന് കോപം സഹിക്കാൻ പറ്റുകയില്ല, ഏതച്ഛനും പറ്റുകയില്ല. അർജുനൻ അങ്ങനെ ശബ്ദം എടുക്കുകയാണ്. ഇങ്ങനെ കുടുക്കിയ അർജുനൻ, അതിനു മുമ്പ് അർജുനൻ തന്നെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റെന്താന്ന് വെച്ചാൽ തൻ്റെ മകനായ അഭിമന്യുവിനെ പടച്ചട്ട കെട്ടാൻ അർജുനൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പടച്ചട്ട കെട്ടിയിരിക്കും കാലം ഇയാളുടെ ശരീരത്തിൽ അമ്പേൽക്കാൻ പറ്റുകയില്ല. പത്മവ്യൂഹം ഉണ്ടാക്കിയാൽ അതിനകത്ത് കടക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കടക്കാൻ പഠിപ്പിച്ച ഈ അച്ഛൻ പുറത്ത് കടക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അഭിമന്യുവിന് മരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അഭിമന്യു അന്ന് തന്നെ എല്ലാത്തിനെയും കൊന്നിന്. അത്ര ധീരനാണ്, അർജുനേക്കാൾ ധീരനാണ് അഭിമന്യു. അഭിമന്യു അകത്ത് കിടക്കുമ്പം യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, വലിയച്ഛൻ, ഞാൻ അങ്ങോട്ട് കയറാൻ എനിക്കറിയാം, അതെന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇറങ്ങാൻ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം യുധിഷ്ഠിരൻ ഉൾപ്പെടെ പറയുന്നത്, കയറിയാൽ നിന്റെ കൂടെ ഞങ്ങളും കയറും, ഞങ്ങളും കയറിയാൽ നിന്നെ പിന്നെ പുറത്തിറക്കുന്ന കാര്യം ഞങ്ങളെ. പക്ഷെ കയറുമ്പോൾ തന്നെ ഈ ജയദ്രഥൻ പിന്നെ ആരും കയറാതിരിക്കാൻ, അത് ഈ ചക്രവ്യൂഹത്തിന്റെ, അതിനെയാണ് പത്മവ്യൂഹം എന്ന് പറയുന്നത്, ഒരു പ്രത്യേക സംവിധാനമാണ്. അതിനകത്ത് വെച്ചാണ് ചതിയാൽ അഭിമന്യു മരിക്കുന്നത്. അപ്പോൾ അർജുനൻ ശപഥം ചെയ്യണം, ഇതിന് കാരണക്കാരായ ജയദ്രഥനെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ വധിക്കുമെന്ന്. ഇത് അർജുനന്റെ ഒരു സ്വഭാവമാണ്. അതായത് ഒട്ടും ആലോചിക്കാതെ അയാൾ പ്രഖ്യാപനങ്ങൾ നടത്തും. ഈ അർജുനന്റെ പ്രഖ്യാപനത്തിന്റെ ഒരു ഇത് നമ്മുടെ പ്രഖ്യാപനം പോലല്ല. നമുക്കൊരു പ്രഖ്യാപനം നടത്തിയാലും പറ്റാലും വലിയ കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ പോയി താനം കഴിച്ച് കിടന്നുറങ്ങും. പക്ഷേ അർജുനൻ അങ്ങനെയല്ല. അർജുനന്റെ പ്രത്യേകത, ഒരു പ്രഖ്യാപനം നടത്തി ഒരു ശപഥം എടുത്ത് നടപ്പായില്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യും. അത് ഈ അന്നത്തെ ക്ഷത്രിയ വീരന്മാരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അർജുനൻ പ്രഖ്യാപനം നടത്തുകയാണ്, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥനെ കൊല്ലും. അപ്പൊ ജയദ്രഥൻ എല്ലാവരുടെയും സഹായം. അപ്പൊ എല്ലാവരും കൂടെ പറയുകയാണ്, നിന്നെ അങ്ങനെ കൊല്ലുകയല്ല, കർണനുണ്ട്, ദ്രോണരുണ്ട്, ശകുനിയുണ്ട്, ദുര്യോധനുണ്ട്, ദുശാസനുണ്ട്, സർവരുണ്ട്, എല്ലാവരും കൂടെ നിന്നെ രക്ഷിക്കും. ഞങ്ങളുടെ നാളത്തെ ജോലി നിന്നെ രക്ഷിക്കുക എന്ന ജോലിയാണ്. ജയദ്രഥൻ സ്ഥലം വിടാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ രക്ഷിക്കും. അപ്പൊ ജയദ്രഥനും ഒരുമാതിരി ധൈര്യം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് അയാളെ അച്ഛൻ ഒരു തപസ് ചെയ്യണം. അതായത് ജയദ്രഥനെ ആരെങ്കിലും വധിച്ചാൽ അവന്റെ തല ഭൂമിയിൽ വീണാൽ വീഴ്ത്തുന്നവനാരോ അയാൾ തല പൊട്ടിത്തെറിച്ച് മരിക്കും. അപ്പൊ ഇത് കൃഷ്ണൻ അറിയാം. അപ്പൊ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ഇങ്ങനെ നീ ആരോടും ആലോചിക്കാതെ ശപഥങ്ങൾ എടുത്തൊക്കെ വന്നാൽ ഇത് മൊത്തം നടപ്പാക്കേണ്ട ജോലി എനിക്കാണ്. അവിടെയാണ് കൃഷ്ണൻ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ എല്ലാം നഷ്ടപ്പെടാം, ഭാര്യമാരെ നഷ്ടപ്പെടാം, രാജ്യം നഷ്ടപ്പെടാം, പക്ഷെ നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് പറ്റുകയില്ല. നീ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്.
അതുകൊണ്ട് തന്നെ കൃഷ്ണാർജുനന്മാർ ഉറങ്ങുകയാണ്, സ്വപ്നം കാണുക, ഇങ്ങനെ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. എന്തായിരുന്നാലും പാശോദാസ്ത്രവും കിട്ടി. പിറ്റേന്ന് ജയദ്രഥനെ കൊല്ലാൻ വേണ്ടി പോയി. അവസാനം ഈ സൂര്യനെ മേഘം കൊണ്ട് കൃഷ്ണൻ മറച്ച് ഇരുട്ടാണെന്ന് ധരിച്ച്, അന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടായോ എന്ന് നോക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ വാച്ചും ഇല്ല. കാരണം യുദ്ധത്തിൽ ഈ വാച്ച് നോക്കി യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് കൃഷ്ണന്റെ തന്ത്രമാണ് മേഘം കൊണ്ട് മറച്ച്. അപ്പൊ ഇരുട്ടാണെന്ന് കരുതി ആഹ്ലാദിച്ച് രക്ഷപ്പെട്ടെന്ന് കരുതി, എടാ ജയദ്രഥ നീ പൊങ്ങി വന്ന് പറഞ്ഞ് പൊങ്ങി വന്നപ്പോൾ മേഘം നീങ്ങി. അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, നിന്റെ അസ്ത്രം പശ്വതാസ്ത്രം പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് ജയദ്രഥന്റെ തല കൊയ്യുന്നതും. ആ കൊയ്ത തല കൃഷ്ണൻ പറയുന്നത് താഴെ വീഴരുത്, അത് അമ്പിൽ തന്നെ പോട്ടെ, സെവന്ത പഞ്ചകത്തിൽ തപസ് ചെയ്യുന്ന അവൻ്റെ അച്ഛൻ്റെ മടിയിൽ ചെന്ന് വീഴട്ടം. അങ്ങനെയാണ് ചെന്ന് വീഴുന്നതും അയ്യാൽ തലപൊട്ടി മരിക്കുന്നത്. അപ്പം തന്തയും മോനെയും കൂടെ ഒരുമിച്ച് കൊല്ലുകയാണ്. ഇത് ഈ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതിൻ്റെ എല്ലാം ഉപകരണം അർജുനനാണ് കൃഷ്ണൻ. സത്യത്തിൽ അവർ ഒന്നാണോ രണ്ടാണോ എന്ന അർത്ഥത്തിൽ നമുക്ക് പോലും തോന്നാവുന്ന തരത്തിലുള്ള സൗഹൃദമാണത്. അപ്പൊ അത് കഴിഞ്ഞ് യുദ്ധത്തിൽ ഭീഷ്മരെ അതിനു മുമ്പ് കൊല്ലുന്നുണ്ട്. അർജുനൻ തന്നെ അമ്പയിക്കുകയാണ്, ശേണ്ടിയെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്. ഭീഷ്മർക്ക് ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വില്ലാളിയായ അർജുനന്റെ അമ്പേറ്റ് മരിക്കണമെന്നാണ്, ശിഖണ്ഡിയുടെ അമ്പേറ്റ് മരിക്കരുതെന്നാണ്. ദ്രോണരതിന് ശേഷം ദൃഷ്ടപുത്രൻ കൊല്ലുകയാണ്, കർണനെ അർജുനൻ കൊല്ലുകയാണ്, പിന്നെ കാലകേയന്മാരെ കൊല്ലുകയാണ്. പലരെയും ഇങ്ങനെ കൊന്ന് അർജുനൻ ആ യുദ്ധത്തിൽ ജയിക്കുകയാണ്. യുദ്ധത്തിൽ ജയിച്ച് ദുര്യോധനനും മരിച്ച് തിരിച്ചു വന്ന് അർജുനനും കൃഷ്ണനും സഞ്ചരിച്ച രഥം കത്തിപ്പോയി. അപ്പോഴും ഗാന്ധീവം വിടുന്നില്ല. ഈ പാണ്ഡവർക്ക് ഭരണാധികാരം കിട്ടുമ്പം പിന്നെയും ഒരു അശ്വമേധം നടത്തണം. കാരണം ലോകം മുഴുവൻ എല്ലാവരും മരിച്ചു പോയെങ്കിലും ബാക്കിയുള്ള രാജാക്കന്മാർ പലരും ഉണ്ട്, അവരെയൊക്കെ ജയിക്കണം. അതിന് അർജുനൻ പോകുമ്പോഴാണ് സങ്കടകരമായ ഒരു സംവിധാനം ഉണ്ടാവുന്നത്. ആ സംഭവം ഒരു യുദ്ധത്തിൻ്റെ മുഖത്തെ കണ്ണുനീരിൻ്റെ കഥയാണ്. ഇതിനെല്ലാം സാക്ഷിയാവുന്നത് ഈ അർജുനനാണ്. അത് ഇന്നത്തെ ഇന്ത്യയിലില്ലാത്ത പാകിസ്ഥാന്റെ കൈവശമുള്ള സൈന്ധവ രാജ്യത്ത് ചെല്ലുമ്പോഴാണ്. സൈന്ധവത്തിൻ്റെ രാജാവായിരുന്നു ജയദ്രഥൻ. ജയദ്രഥന്റെ മകനാണ് അവിടെ ഭരിക്കുന്നത്. ജയദ്രഥന്റെ ഭാര്യ ഈ 105 സഹോദരന്മാരുടെയും കൗരവരുടെയും പാണ്ഡവരുടെയും ഏക സഹോദരി ദുശ്ശളയാണ്. അപ്പൊ അവിടെ ചെന്ന് ഈ അർജുനൻ വരുന്നു എന്ന് കേട്ടപ്പോഴേ ഈ ജയദ്രഥന്റെ മകൻ ബോധം കെട്ടി വീണ് ഹൃദയം പൊട്ടി മരിച്ചുപോയി. അത്ര പേടിയാണ്. കാരണം അർജുനനെ അത്ര പേടിയാണ് ആള്. അർജുനനോട് ജയിക്കാൻ പറ്റുകയില്ല. അപ്പൊ അവിടെ ബാക്കി എല്ലാവരും കൂടെ ഇറങ്ങി അർജുനനോട് യുദ്ധം ചെയ്തെങ്കിലും അല്പം പാടുപെട്ടെങ്കിലും അർജുനൻ ജയിച്ചു. അർജുനൻ ജയിക്കുമ്പോഴാണ് അർജുനന്റെ മുമ്പിൽ ഈ സിന്ധുവിന്റെ തീരത്ത് കൊട്ടാരത്തിൽ ഭർത്താവും മകനും നഷ്ടപ്പെട്ട്, ഭർത്താവ് യുദ്ധത്തിലും മകൻ ഇപ്പോഴും നഷ്ടപ്പെട്ട്, രണ്ടിനും കാരണക്കാരനായ അർജുനന്റെ മുമ്പിൽ ഈ സഹോദരി ഈ മകന്റെ കൊച്ചുമകനെയും എടുത്തു കൊണ്ടുവന്ന് കിടത്തിയിട്ട് അർജുനനോട് പറയുന്നത്, നീ ഇതിനെ കൂടി വധിക്കെന്നാണ്. നീ എൻ്റെ ഭർത്താവിനെ വധിച്ചു, അതിന് കാരണം ഉണ്ടാവാം. പക്ഷേ എൻ്റെ മകനെ, നിന്റെ പേര് കേട്ടപ്പോഴേ ആ മകൻ ഭയപ്പെട്ട് മരിച്ചു. ഇനി ബാക്കിയുള്ളത് ഈ കുഞ്ഞാണ് അർജുന. സഹോദര, നീ ഇതിനെ കൂടി കൊല്ലാനാണ്. ഒരുപക്ഷെ അർജുനനപ്പോൾ ഒരുപാട് കാര്യം ഓർത്ത് കാണും. നമ്മുടെ ജീവിതത്തിൽ യുദ്ധം ചിലപ്പോൾ പരാജയമായി പോവും. മരണം ചിലപ്പോൾ മരിച്ചവരുടെ വിജയത്തിലെത്തിക്കും. അത്തരം ഓർമ്മകൾ അർജുനന് സമ്മാനിച്ച ഒരു മുഹൂർത്തമായിരിക്കും അത്. അർജുനൻ പിന്നെ അധികം യുധിഷ്ഠിരൻ തന്നെ അർജുനനോട് പറയുന്നുണ്ട്, ഈ അശ്വമേധത്തിന് പോകുമ്പം നീ ഒരുപാട് ഹിംസ ചെയ്യാതെ രാജ്യങ്ങൾ കീഴടക്കി വരണേ അർജുന എന്ന്. കാരണം അർജുനന് ഗാന്ധീവം ഉള്ളിടത്തോളം അർജുനന്റെ ഹിംസ ഭയങ്കരമായിരിക്കും. അർജുനനോട് ഏറ്റുമുട്ടുന്നവരുടെ മരണം ഉറപ്പായിരിക്കും. അത് കഴിഞ്ഞ് അർജുനൻ പരാജയപ്പെട്ടു പോകുന്നവിടെ അർജുനന് ഈ യുദ്ധമല്ലാതെ വേറെ കാര്യമൊന്നും അറിയത്തില്ല. അർജുനന്റെ പ്രണയം നന്നായി അറിയത്തില്ല, അർജുനന് കൃഷി ചെയ്യാൻ അറിയത്തില്ല, അർജുനന് ഭരിക്കാൻ അറിയത്തില്ല, അർജുനന് മറ്റൊന്നും അറിയത്തില്ല. എല്ലാ പ്രതിഭയും കൂടെ ഒരാൾക്ക് വേണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അർജുനന് ഇതൊന്നും അറിയത്തില്ല.
പക്ഷെ അർജുനന് ആയുധങ്ങൾ നേടാനും അതിനുവേണ്ടി സ്വർഗത്ത് വേണമെങ്കിൽ പോകാനും ഹിമാലയത്തിൽ പോയൊരു 100 വർഷം തപസ്സിരിക്കാനും കടലിൽ താണു പോകാനും ആയുധത്തിന് വേണ്ടിയാണെങ്കിൽ അർജുനന് പറ്റും. സത്യത്തിൽ ഒരു ആയുധാനുരാഗിയാണ് അർജുനൻ. അയാൾക്ക് വേറൊന്നിനോടും അനുരാഗമില്ല. ഒറ്റ അനുരാഗമേ ഉള്ളൂ, അത് ആയുധത്തോടാണ്. ആ ആയുധം നേടിയാൽ അത് ഉപയോഗിക്കാൻ അയാൾക്ക് ഒരു സഹായം ആവശ്യമുണ്ട്, ഒരു ദർശനം ആവശ്യമുണ്ട്, ഒരു തന്ത്രം ആവശ്യമുണ്ട്. അത് കൃഷ്ണനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗാന്ധീവത്തോടും ആയുധത്തോടും കൃഷ്ണനോടും മാത്രമേ അയാൾക്ക് ബന്ധമുള്ളൂ, അയാൾക്ക് പ്രണയമുള്ളൂ. അയാൾ അത് കഴിഞ്ഞ് കൃഷ്ണ അവസാനം 36 വർഷം ഭരിച്ച് ദ്വാരക വെള്ളമെടുത്ത് ഈ കൃഷ്ണന്റെ കൂട്ടത്തിലുള്ള യാദവന്മാരെല്ലാം ഗാന്ധാരിയുടെ ഒരു ശാപവും കിടക്കുന്നുണ്ട്. അവർ നല്ലതുപോലെ മദ്യപിക്കുന്നവരായിരുന്നു. നമ്മുടെ കേരളത്തിലും ഇപ്പൊ ആ ശീലം, നമ്മൾ യാദവരാണോ എന്നറിയത്തില്ല, മിക്കവാറും നന്നായി മദ്യപിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നശിച്ച് കൃഷ്ണൻ അറിയാൻ നശിക്കുമെന്ന് കൃഷ്ണനും ബലരാമനും മരിച്ച്. അപ്പൊ കൃഷ്ണൻ അതിനു മുമ്പ് തന്നെ അർജുനൻ ആളെ അയക്കുന്നുണ്ട്, അർജുനൻ വരണമെന്ന്. അപ്പം അവിടെ ചെന്ന് ദ്വാരക വെള്ളമെടുത്ത് എല്ലാം നശിച്ച് എല്ലാം മരിച്ച് അവിടെ കണ്ണുനീരും കയ്യുമായി കഴിയുന്ന അനാഥരായ യാദവ സ്ത്രീകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവരികയാണ് കൃഷ്ണൻ. അപ്പം കൂട്ടിക്കൊണ്ടുവരികയാണ് അർജുനൻ. അർജുനന് സ്വാഭാവികമായി പ്രായമായി. പക്ഷെ അപ്പോഴും അർജുനന് ബാക്കിയെല്ലാം അർജുനന് നഷ്ടമായി. യൗവനം കുറച്ച് നഷ്ടമായി. അർജുനന്റെ കറുത്ത മുടി കുറച്ച് വെളുത്ത് കാണും. അർജുനന്റെ ശരീരത്തിന്റെ കരുത്ത് പോയി കാണും. പക്ഷേ അപ്പോഴും അയാളുടെ കയ്യിൽ ഗാന്ധീവമുണ്ട്. അയാൾ ഗാന്ധീവവുമായി രഥത്തിലേറി സ്ത്രീകളെയും കൊണ്ട് ഈ ദ്വാരക നിന്നിരുന്ന ഇടത്തു നിന്ന് ഹസ്തിനപുരിയിലേക്ക് വരികയാണ്. വഴിയിൽ വെച്ചാണ് ആ കാലത്തെ രാജാക്കന്മാരുടെ ബ്രാഹ്മണരുടെ പല ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞിരുന്ന കാട്ടിൽ താമസിക്കുന്ന മനുഷ്യർ ഈ അർജുനനെ നേരിട്ട് ഈ സുന്ദരികളായ വിധവകളായ യാദവ സ്ത്രീകളെയും അവരുടെ ആഭരണങ്ങളും സ്വത്തുമെല്ലാം അവർ കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ അർജുനന്റെ ഗാന്ധീവം പ്രവർത്തിക്കേണ്ടത് അപ്പോഴാണ്. ഒരാൾ, ഒരു സമൂഹം, ഒരു രാജ്യം, ഒരു ഭരണാധികാരി ആരെ രക്ഷിച്ചില്ലെങ്കിലും സ്ത്രീകളെ കാക്കണം, അമ്മമാരെ കാക്കണം, സഹോദരിമാരെ കാക്കണം, അവരുടെ ചാരിത്രം സംരക്ഷിക്കണം. പക്ഷെ അർജുനന് പറ്റുന്നില്ല. തനിക്ക് തൻ്റെ സഹോദരങ്ങളെ കൊല്ലാനും രാജാക്കന്മാരെ കൊല്ലാനും സർവരെ വധിക്കാനും കാട്ടാളന്മാരെയും ഏകലവ്യന്റെ വിരലെടുക്കാനും ഒക്കെ പലതരത്തിൽ കഴിഞ്ഞ അർജുനനെ എപ്പോഴാണോ ഈ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അതിനാ പ്രാകൃതരായ മനുഷ്യരോട്, കാട്ടാളരോട് ഏറ്റുമുട്ടാൻ നേരത്ത് ആ ഗാന്ധീവം ഒന്ന് കുലയ്ക്കാൻ പോലും പറ്റുന്നില്ല. വളരെ പാടുപെട്ട് കുലച്ചിട്ടൊരു അഭിമന്ത്രണം ചെയ്യാൻ പറ്റുന്നില്ല, ആമ്പയിക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണോ ഒരാൾക്ക് ഗാന്ധീവം ശരിയായി ഉപയോഗിക്കേണ്ടത് അപ്പോൾ അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണമാരാര് അർജുനന്റെ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇതാണ് അർജുന വിഷാദ യോഗം. അർജുനൻ ജയിച്ചപ്പോഴെല്ലാം അയാൾ ജയിച്ച് കൈയടക്കിയത് എല്ലാവർക്കും കൂടെ പകുത്തു കൊടുക്കുകയാണ്. പക്ഷെ അയാളുടെ ജയത്തിന് എപ്പോഴും കാരണക്കാരനായ, അയാളുടെ ജയത്തിന് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച, അയാളുടെ ജയത്തിന് വേണ്ടി ഭഗവത്ഗീത ചൊല്ലിയ, അയാൾക്ക് വേണ്ടി സജ്ജമാക്കാൻ ദർശനങ്ങളുടെ ആദർശത്തിന്റെ മറ്റു പലതിൻ്റെയും സഹായഹസ്തമായി നിന്ന കൃഷ്ണന്റെ ബന്ധുക്കളെ അയാളെ കൃഷ്ണൻ രക്ഷിച്ച പോലെ, അയാളെ രാജ്യത്തെ രക്ഷിച്ച പോലെ, പാണ്ഡവരെ ജയിപ്പിച്ച പോലെ കൃഷ്ണന്റെ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ, കാക്കാൻ അയാൾക്ക് പറ്റിയില്ല. ആ സുഹൃത്ത് ബന്ധത്തിലെ അർജുനന്റെ ഏറ്റവും വലിയ പരാജയം കുറിച്ചിടുന്നത് അവിടെയാണ്. തന്നെ ആരാണോ ഇങ്ങനെയാക്കിയത് അയാൾ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെ വിളിച്ചു വരുത്തി
തൻ്റെ സ്ത്രീകളെ, അവരുടെ ആഭരണങ്ങളെ, അവരുടെ സമ്പത്തിനെ തന്നെയാണ് ഏൽപ്പിച്ചത്. തനിക്ക് ആഭരണമോ പണമോ ഒക്കെ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, പക്ഷെ ആ സ്ത്രീകളും നഷ്ടപ്പെട്ടു. ഏതർജുനന്മാർക്കും അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ ഏത് യുദ്ധത്തിൽ ജയിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ തന്നെ കാക്കാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആയുധം പോരാതെ വരും. അവിടെ നിങ്ങൾക്ക് മനുഷ്യത്വത്തിന്റെ ആഭരണമല്ലാതെ, മനുഷ്യത്വത്തിന്റെ ആയുധമല്ലാതെ, മാനവികതയുടെ, ജനകീയതയുടെ, നന്മയുടെ കാവലല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും ഉണ്ടാവില്ല. വ്യാസൻ എന്തിനാണ് ഇങ്ങനെ ഇത് പറഞ്ഞത്? ഓരോ ആയുധമെടുത്തവരും, നിങ്ങളുടെ കയ്യിൽ ഗാന്ധീവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്പൊഴിയാത്ത ഒരു വില്ലാണത്, അവനാഴിയാണ്. ആ അമ്പൊഴിയാത്തതുണ്ടെങ്കിലും അയാൾക്ക് ഈ സ്ത്രീയെ കാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എവിടെയും ജയിക്കാം, പക്ഷെ അവസാനം എല്ലാ ജയവും കൂടിച്ചേർന്നതിനേക്കാൾ വലിയ ഒരു പരാജയം നിങ്ങൾക്കുണ്ടാവും. അതിന് ഈ അർജുനനെ പോലെ ഒരു കഥാപാത്രത്തെ തന്നെ വ്യാസൻ കൊണ്ട് മുമ്പിൽ നിർത്തി തന്നു എന്നതാണ്. വേറെ ആരെയുമല്ല, ആ കാലത്തെ ഏറ്റവും വലിയ വില്ലാളിയെ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനെ, എല്ലാം നേടിയെടുത്ത് യുധിഷ്ഠിരന് കാഴ്ചവെച്ചവനെ, പിന്നെയും പോയി അശ്വമേധയാഗം നടത്തി സർവ്വതും നേടിയെടുത്ത് കീർത്തി കൊണ്ട ഒരു മനുഷ്യനെ, അയാൾ ഒരിക്കലും താൻ തോക്കാതെ കൊണ്ടു നടന്ന ഗാന്ധീവത്തെ, ആ ഗാന്ധീവമുണ്ടെങ്കിലും എല്ലാവരെയും തോൽപ്പിച്ചെങ്കിലും ഈ പ്രാകൃതരായ മനുഷ്യന്റെ മുമ്പിൽ അത് പ്രയോഗിക്കാൻ പറ്റാതെ പരാജയപ്പെട്ട് ഈ സ്ത്രീകളെയും സ്വത്തും സർവ്വതും നഷ്ടപ്പെട്ട് അപമാനപ്പെട്ട് കൃഷ്ണനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാതെ കുറച്ച് പ്രായമായ സ്ത്രീകളുമായി മാത്രം ഹസ്തിനപുരിയിൽ എത്തിച്ചേരേണ്ടി വന്ന അർജുനൻ നമ്മുടെ മുമ്പിൽ വ്യാസൻ നിർത്തിയിരിക്കുന്ന നിങ്ങൾ ആയുധം താഴെ വയ്ക്കുക എന്നാണ്, നിങ്ങൾ മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നാണ്. ഇതൊരു വലിയ സന്ദേശമാണ്. പിന്നെ അർജുനൻ തിരിച്ചു വന്ന് അവര് കൃഷ്ണനില്ലാത്ത ഭാരതത്തിൽ ജീവിക്കാൻ പറ്റാതെ പരീക്ഷത്തിനെ രാജാവുമാക്കി തൽക്കാലം യുത്സവന് ചുമതല ഏൽപ്പിച്ച് അവർ കാട്ടിലേക്ക് പോവുകയാണ്, മരണത്തിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോഴും അർജുനന് ഗാന്ധീവം എടുക്കണമെന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് യുധിഷ്ഠിരൻ പറയുന്നത്, ഇനി ഇത് ആവശ്യമില്ല, നീ ഉപേക്ഷിക്കാൻ. അയാൾക്ക് അപ്പോഴും ഈ തോറ്റു വന്നെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമില്ലെങ്കിലും അയാൾക്ക് ഉപേക്ഷിക്കാൻ തയ്യാറില്ല. അവസാനം സഹദേവനും നകുലനും ഭീമനും സർവരും കൂടെ പറഞ്ഞ് ഈ അർജുനൻ ഈ ആയുധം ഉപേക്ഷിക്കുകയാണ് ജലത്തിൽ. അതാരാണോ തന്നത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ജലത്തിൽ ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ ഒരു കബറടക്കം ജലത്തിൽ തന്നെ നടത്തുകയാണ്. അവിടെ നിന്നാണ് അർജുനൻ മനുഷ്യനാവുന്നത്. അതുവരെ അർജുനൻ ആയുധത്തെ സ്നേഹിച്ച് ആയുധാനുരാഗിയായി അതിനെ മാത്രം പ്രണയിച്ച് അതുകൊണ്ടെല്ലാം നേടാമെന്ന് ധരിച്ച് പലരും നടക്കുന്നത് പോലെ നടന്ന ഒരാളാണ്. ഈ ഗാന്ധീവം ഒരുപക്ഷെ വ്യാസൻ ഉദ്ദേശിച്ചത് അഹങ്കാരമായിരിക്കാം. അർജുനൻ ഈ ആയുധം കൊണ്ട് ഒരിക്കലും അഹങ്കാരം താഴെ വെച്ചില്ല, ശപഥമെടുക്കാൻ മടിച്ചില്ല. അത് നടപ്പാക്കുന്നതിന് ഏത് ക്രൂരതയും നടത്താൻ അർജുനൻ മാറി നിന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ അഹങ്കാരമാകാം. ഓരോരുത്തരിലും ഒരു ഗാന്ധീവം കാണും. ഇത് താഴെ വയ്ക്കുമ്പോഴേ നമ്മൾ മനുഷ്യനാവും. ഒരു തവണ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ താഴെ വെച്ചു, അയാൾ മനുഷ്യനായി. പിന്നെ അയാൾ അവസാനം മരണത്തിലേക്ക് നടക്കാൻ നേരത്ത് കൊട്ടാരം വിടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ മനുഷ്യരാവും. അപ്പോൾ പലരുടെ നിർബന്ധം കൊണ്ട് അയാൾ ഗാന്ധീവം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അയാൾ മനുഷ്യനായി. പിന്നെ അയാൾ മരണത്തിലേക്ക് ശാന്തനായി നടന്നുപോയി. പാഞ്ചാലിക്ക്, നകുലന്, സഹദേവന് ശേഷം അയാൾ മരണത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. ഇത് വ്യാസൻ പറയുന്നത്, നിങ്ങളുടെ ഗാന്ധീവം, ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ഗാന്ധീവമുണ്ട്. ചിലർ വിചാരിക്കും എൻ്റെ സൗന്ദര്യം ഒരു ഗാന്ധീവമാണെന്ന്, അതുകൊണ്ട് എല്ലാം കീഴടക്കാം.
ചിലർ വിചാരിക്കും പണമാണെന്ന്, ചിലർ വിചാരിക്കും എൻ്റെ ആരോഗ്യമാണെന്ന്, ചിലർ വിചാരിക്കും എൻ്റെ ആയുധമാണെന്ന്, അധികാരമാണെന്ന്. ഈ ഗാന്ധീവം അർജുനൻ ഉപേക്ഷിച്ചപ്പോഴാണ് അർജുനൻ മനുഷ്യനായത്. അർജുനന് പോലും പരാജയത്തിന്റെ കഥ അവസാനം പറഞ്ഞ് പിന്നെ ആ ആയുധം ഉപേക്ഷിച്ച് മനുഷ്യനായി, ശാന്തനായി മരണത്തിലേക്ക് നടന്നുപോയ ആ കാലത്തെ ഒരു നായക കഥാപാത്രം എന്ന് പറയാവുന്ന തരത്തിൽ ഗുണങ്ങൾ കൂടി കൊടുത്ത, എന്നാൽ അദ്ദേഹത്തിന്റെ തെറ്റുകൾ കൂടി ചൂണ്ടിക്കാണിച്ച് അവസാനം പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് നിരാശനായി ഗാന്ധീവം ഉപേക്ഷിച്ച് മരണത്തിലേക്ക് നടന്നുപോയ ഒരു അർജുനന്റെ കഥ പറയുമ്പോൾ നമ്മളും നമ്മളിലുള്ള ചിലത് ഉപേക്ഷിക്കേണ്ട നേരത്ത് ഉപേക്ഷിക്കണം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ അർജുനൻ ഇതെല്ലാം ഉപേക്ഷിക്കാം, പക്ഷേ അയാൾ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് നമുക്കും ഉപേക്ഷിക്കേണ്ട എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ, അത് അഹങ്കാരമാണെങ്കിൽ, ആർഭാടമാണെങ്കിൽ, പണമാണെങ്കിൽ, മറ്റുള്ളവരെ ചതിക്കാനുള്ള മോഹമാണെങ്കിൽ, വെട്ടിപ്പിടിക്കാനുള്ള ദാഹമാണെങ്കിൽ, അതെല്ലാം ഉപേക്ഷിക്കാൻ ഈ അർജുനൻ എന്ന് പറയുന്ന ലോകം കണ്ട ആ കാലത്തെ ഏറ്റവും വലിയ വില്ലാളി വീരനായി വ്യാസൻ ചിത്രീകരിക്കുന്ന മനുഷ്യന് അവസാനം വന്നു ചേർന്ന ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, പരാജയത്തിന്റെ കഥ പറഞ്ഞ് ആയുധം ഉപേക്ഷിച്ച് മനുഷ്യനായി നടന്നുപോയി മരിച്ച അർജുനന്റെ കഥ ഇതായിരിക്കും ഒരുപക്ഷെ തന്ന സന്ദേശം. നിങ്ങളുടെ ഗാന്ധീവമായ എല്ലാ അഹങ്കാരവും, എല്ലാ അധികാരവും നിങ്ങൾക്ക് വേണ്ടാതാകുമ്പോഴല്ല, നാട്ടുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടാതാകുമ്പോൾ അത് ഉപേക്ഷിക്കുക. ഇതാണ് എനിക്ക് അർജുനന്റെ സന്ദേശമായി, അർജുനന്റെ കഥാപാത്രത്തിലൂടെ വ്യാസൻ പറഞ്ഞതായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.